ഈ ഒരു വീഡിയോ മുതൽ നമ്മൾ ചെറിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. മറ്റൊന്നുമല്ല, 2026 IT പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫൈനൽ ടച്ച് 2026 എന്ന പേരിൽ ഒരു കുഞ്ഞ് സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ തന്നെ തിയറിയുടെയും കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സീരീസ് എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് ഈ ഒരു സീരീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോകളൊക്കെ കാണുന്നതിലൂടെ അത് നല്ല രീതിയിൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും ബാക്കിയുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ്, വീഡിയോയിലേക്ക്. വിവര സംഭരണിയിലേക്ക് അഥവാ ടു ദ ഇൻഫർമേഷൻ സ്റ്റോർ ഹൗസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് SQLite യൂസ് ചെയ്ത് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണിത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇത്രയേ ഉള്ളൂ. ഹോമിലെ എക്സാംഡ് ആൻഡ് ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലെ kalolsavan.db എന്ന ഡാറ്റാബേസ് ഫയൽ DB ബ്രൗസർ ഫോർ SQLite എന്ന സോഫ്റ്റ്വെയറിൽ തുറക്കുക. ഓക്കെ, അത് തുറക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. കലോത്സവൻ ഡാറ്റാബേസിലെ ഡ്രാമ എന്ന ടേബിളിൽ താഴെ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തുക. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ദ ഡാറ്റാബേസ് ഫയൽ kalolsavan.db ഫ്രം ദ ഹോം എക്സാംഡ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫോൾഡർ യൂസിംഗ് ദ സോഫ്റ്റ്വെയർ DB ബ്രൗസർ ഫോർ SQLite. Record the information shown in the table below into the drama table of Kalolsavan database. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ ഡാറ്റാബേസ് ഫയൽ നമ്മൾ തുറന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഡ്രാമ എന്ന് പറയുന്ന ടേബിളിൽ ഈ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സൂചനകൾ അഥവാ ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ഡാറ്റാബേസ് DB ബ്രൗസർ ഫോർ SQLite എന്ന സോഫ്റ്റ്വെയർ തുറക്കുക. ഓപ്പൺ ദ ഡാറ്റാബേസ് DB ബ്രൗസർ ഫോർ SQLite സോഫ്റ്റ്വെയർ. ഡാറ്റാബേസിലെ ഡ്രാമ എന്ന ടേബിളിൽ താഴെ നൽകിയ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന വിവരങ്ങൾ എൻ്റർ ചെയ്യുക. Enter the details provided in the table below into the drama table of database. അതിനുശേഷം എന്ത് ചെയ്യുക? റൈറ്റ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്ത് ഡാറ്റാബേസ് സേവ് ചെയ്യുക. ക്ലിക്ക് റൈറ്റ് ചേഞ്ചസ് ആൻഡ് സേവ് ദ ഡാറ്റാബേസ്. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് kalolsavan.db എന്ന് പറയുന്ന ഒരു ഫയൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഫയൽ നമുക്ക് SQLite DB ബ്രൗസർ ഫോർ SQLite എന്ന സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി നേരെ ഫയൽസിലേക്ക് വരിക. ഫയൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഹോമിനകത്ത് എക്സാംഡ് ആൻഡ് ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ കാണാം. എക്സാംഡ് ആൻഡ് ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്ത് ഇവിടെ kalolsavan.db എന്ന് പറയുന്ന ഒരു ഫയൽ കാണാം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതി. അപ്പൊ തന്നെ നേരെ ഓപ്പൺ ആവുന്നത് DB ബ്രൗസർ ഫോർ SQLite എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലായിരിക്കും. ഇത് ഞാൻ വലുതാക്കുകയാണ് അഥവാ മാക്സിമൈസ് ചെയ്യാണ്. ഇനി നമ്മളോട് പറഞ്ഞത് നമുക്ക് ഇതിനകത്ത് ഓൾറെഡി ഡ്രാമ എന്നൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിലേക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നേരെ ഇവിടെ നമുക്ക് ടേബിൾസിൽ ഇവിടെ കാണാം, ഡ്രാമ എന്ന ടേബിൾ കാണാം. എന്നാൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എങ്ങോട്ട് വരണം? ബ്രൗസ് ഡാറ്റ എന്ന ടാബിലേക്ക് വരാം. ഈ ടാബിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടേബിൾ കാണാം. ടേബിള് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര ടേബിൾ ഉണ്ടോ അത്രയും ടേബിൾസ് ഇവിടെ കാണാൻ പറ്റും. നിലവിൽ ഇവിടെ ഡ്രാമ എന്ന ടേബിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഡ്രാമ എന്നത് മാത്രം കാണുന്നത്. ഈ ഡ്രാമ എന്ന ടേബിൾ ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അതിനകത്തുള്ള ഫീൽഡുകളുണ്ട്. സ്റ്റുഡന്റ് ID, നെയിം, ഏജ്, ജെൻഡർ. ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തേക്ക് ഡാറ്റ സെൻറ്റർ ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ പോയി ക്ലിക്ക് ചെയ്യാണോ വേണ്ടത്? അല്ല, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടല്ല നമ്മൾ ഡാറ്റ സെൻറ്റർ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തേക്ക് നമുക്ക് ഡാറ്റ സെൻറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഐക്കൺ കാണാം. ഇതിനെയാണ് നമ്മൾ ഇൻസേർട്ട് ന്യൂ റെക്കോർഡ് ഇൻ കറന്റ് ടേബിൾ എന്ന് പറയുന്നത്. എന്താണ് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടേബിളിലേക്ക് ആഡ് ചെയ്യുന്ന റോകളെ, അതായത് ഇവിടെ ചോദ്യം നോക്കുക. ഈ ചോദ്യത്തിൽ ഇതല്ലേ നമ്മൾ റോ എന്ന് പറയുന്നത്? ഇതല്ലേ റോ? ഈ റോകളെയാണ് നമ്മൾ ഡാറ്റാബേസിനകത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. അതേപോലെ ഇതാണ് ഇങ്ങനെ കാണുന്നതാണ് നമ്മുടെ കോളംസ്. ഈ കോളംസിനെ നമ്മൾ വിളിക്കുന്നത് ഫീൽഡുകൾ എന്നും റോകളെ നമ്മൾ വിളിക്കുന്നത് റെക്കോർഡുകൾ എന്നുമാണ്. അതുകൊണ്ട് നമുക്കൊരു പുതിയ റെക്കോർഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇൻസെർട്ട് ന്യൂ റെക്കോർഡ് ഇൻ കറന്റ് ടേബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പുതിയൊരു റെക്കോർഡ് കിട്ടി, അതായത് പുതിയൊരു റോ കിട്ടി. അതിൽ ആദ്യത്തേത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ആദ്യത്തെ ഡാറ്റ എൻ്റർ ചെയ്യാം. ആദ്യം എന്താ ഉള്ളത്? DR101. അത് നമുക്ക് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ? ഇവിടെ DR101 ടൈപ്പ് ചെയ്തു. ഇനി എന്ത് വേണം? നെക്സ്റ്റ് നെയിമാണ്. നെയിം അരുൺ ദാസ് B എന്നത് ടൈപ്പ് ചെയ്യാം. അതിനെന്ത് ചെയ്യുക? നെയിം എന്ന ഫീൽഡിന്റെ നേരെ താഴെ. ഇത് നമുക്ക് കുറച്ചും കൂടി വലുതായിട്ട് കാണിക്കൽ ഇത് ഇവിടെ പിടിച്ച് വലിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് വലുതായിട്ട് കാണാം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? അരുൺ ദാസ് ബി. അതും ഞാൻ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സൗകര്യമാണ് ടൈപ്പ് ചെയ്യാൻ.
ഓക്കെ. ഇനി ഇവിടെ ഏജ് ഉണ്ട്. ഏജിന്റെ നേരെ എന്താ ഏജ് കൊടുക്കേണ്ടത്? 14. ഓക്കെ. ചോദ്യത്തിൽ എന്താണുള്ളത് അത് അതേപോലെ കൊടുത്താൽ മതി. ഞാനിവിടെ 14 എന്ന് കൊടുക്കുന്നു. എം എന്ന് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് റെക്കോർഡിന്റെ പണി കഴിഞ്ഞു. അടുത്ത റെക്കോർഡ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഏതെങ്കിലും ഒരു റെക്കോർഡ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടില്ലേ ഡിലീറ്റ് കറന്റ് റെക്കോർഡ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റെക്കോർഡ് ഡിലീറ്റ് ആവും, അഥവാ ആ റോ ഡിലീറ്റ് ആവും. ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ വീണ്ടും പുതിയൊന്ന് ആഡ് ചെയ്യുന്നു. ഇതിൽ എന്ത് ചെയ്യാം? അടുത്തത് കൊടുക്കുക. ഓക്കെ. ആവശ്യമായിട്ടുള്ള എല്ലാ റോകളും അഥവാ എല്ലാ റെക്കോർഡുകളും ആഡ് ചെയ്യുന്നുണ്ട്. 5 എണ്ണമുള്ളത് 1 2 3 4 5. ആ 5 എണ്ണവും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഈ 5 എണ്ണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ചോദ്യം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, റൈറ്റ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്ത് ഡാറ്റാബേസ് സേവ് ചെയ്യുക. ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് റൈറ്റ് ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മാറ്റം വരുത്തിയിട്ടുള്ള അതായത് ആഡ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ഒക്കെ അങ്ങോട്ടേക്ക് സേവ് ആവും. അതുകൊണ്ട് റൈറ്റ് ചേഞ്ചസ് മസ്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യണം. റൈറ്റ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യാം. കഴിഞ്ഞു, അത്രയും വേണ്ടു. ജസ്റ്റ് ഒരു തവണ ക്ലിക്ക് ചെയ്താൽ മതി, കഴിഞ്ഞു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഡാറ്റാസ് ഒക്കെ തന്നെ അങ്ങോട്ടേക്ക് സേവ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ മതിയോ? പറ്റൂല. ശ്രദ്ധിക്കണം, ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സേവ് ചെയ്ത ഫയല് exam10 documents ഫോൾഡറിൽ നിന്നും കോപ്പി ചെയ്തെടുത്ത് exam10 products എന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുക. അതിന് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _drama.db എന്ന പേര് റീനെയിം ആയിട്ട് കൊടുക്കണം. കണ്ടില്ലേ? കോപ്പി ദ സേവ്ഡ് ഫയൽ ഫ്രം ദ exam10 documents folder and paste it into exam10 products folder. Rename it with the name register number _drama.db. അതായത് നമ്മൾ ഓൾറെഡി ഈ ഒരു ഫയൽ ഉള്ളത് exam10 ഡോക്യുമെന്റ്സിലാണ്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഈ മാറ്റം വരുത്തിയിട്ടൊക്കെ അവിടെ തന്നെയാണ് സേവ് ചെയ്യുന്നത്. അതിനെ കൊണ്ടുപോയിട്ട് നമുക്ക് സേവ് ചെയ്യാനുള്ള ഫോൾഡറിലേക്ക് ഇടണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? നമുക്കിത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും ഫയൽസിലേക്ക് വരിക. ഫയൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ നേരെ ഹോമിലാണ് ഓപ്പൺ ആവുന്നത്. അവിടെ exam10 documents എന്ന ഫോൾഡറിലേക്ക് വരിക. exam10 documents അതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത അതേ ഫയൽ ഇവിടെ ഉണ്ട്. അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇവിടെ തന്നെയാണ് നമ്മൾ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. നമ്മളോട് പറഞ്ഞത് കോപ്പി ചെയ്യാനാണ്, കണ്ടില്ലേ? കോപ്പി ദ സേവ്ഡ് ഫയൽ. സോ നമുക്ക് ഇതിനെ കോപ്പി ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, കോപ്പി കൊടുക്കുക. കോപ്പി ചെയ്തിട്ട് എവിടേക്ക് കൊണ്ടുപോയിടണം? ഹോമിനകത്തെ exam10 products എന്ന ഫോൾഡറിലേക്ക് വരിക. exam10 products എന്ന ഫോൾഡറിൽ ബ്ലാങ്ക് ആയിട്ടുള്ള എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുത്താൽ മതി. ഇവിടെ എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ വെച്ചാൽ മതിയോ? പോരാ, അതിന്റെ പേര് മാറ്റണം. പേരെങ്ങനെയാ മാറ്റുക? അതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീനെയിം കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, റീനെയിം. അപ്പൊ പേര് മാറ്റാൻ പറ്റും. രജിസ്റ്റർ നമ്പർ കൊടുക്കുക. രജിസ്റ്റർ നമ്പർ _ ചോദ്യം നോക്കാം. ചോദ്യത്തിൽ എന്താ പറ്റില്ലേ? രജിസ്റ്റർ നമ്പർ _drama എന്ന പേര് കൊടുക്കണം. ഡ്രാമ എന്ന് ടൈപ്പ് ചെയ്യാം. രജിസ്റ്റർ നമ്പർ _drama.db എന്ന എക്സ്റ്റൻഷൻ കളയരുത്, അത് അങ്ങനെ തന്നെ വെക്കുക. ഓക്കെ. ഇനി ഒരു റീനെയിം എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാം. കഴിഞ്ഞു, നമ്മൾ കൃത്യമായിട്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ ഇല്ലേ എന്ന് നോക്കണമെങ്കിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ DB ബ്രൗസർ ഫോർ SQLiteലേക്കാണ് ഓപ്പൺ ആവുന്നത്. അതിൽ ബ്രൗസ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. ക്ലിയർ? ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടാനുള്ള 7 മാർക്ക് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ.